പത്തനംതിട്ട ജില്ലാ ലൈബ്രറി വികസന സമിതി പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കാടമനിട്ട നഗറിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. പുസ്തകങ്ങളിലേക്ക് ആളുകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് പുസ്തകോത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹി AP ജയൻ പറഞ്ഞു. സംസ്ഥാനത്തെമ്പാടും എല്ലാ ജില്ലകളിലും പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ തുടക്കമാണ് ഇവിടെ 5, 6, 7 ഈ മാസം 5, 6, 7 തീയതികളിലായിട്ടാണ് പത്തനംതിട്ടയിൽ അതിന്റെ തുടക്കം. ഒരു മാസക്കാലയളവിനുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ പുസ്തകോത്സവം നടക്കുകയാണ്. പുസ്തകോത്സവം എന്ന് പറഞ്ഞാൽ കേവലമായ പ്രസാധകരുടെ പുസ്തകങ്ങൾ വിൽക്കുന്ന പരിപാടി മാത്രമല്ല, നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. സാംസ്കാരിക രംഗത്ത്, അതേപോലെ എഴുത്തുകാർ, കവികൾ, അതേപോലെ പൊതുപ്രവർത്തകർ, മന്ത്രിമാര്, ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്ന നിരവധി ചടങ്ങുകൾ കൂടി ഇതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. പരമാവധി ജനങ്ങളിലേക്ക് വായന എത്തിക്കുക, അല്ലെങ്കിൽ വായനയിൽ പരമാവധി ആളുകളെ പങ്കാളിയാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം ഈ പുസ്തകോത്സവത്തിന്റെ സംഘാടനത്തിന് പിന്നിലുണ്ട്. ചില ആളുകൾ വായന മരിച്ചിരിക്കുന്നു, വായനയുടെ സാധ്യതകൾ മങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ പുതുതായി ഈ കേരളത്തിലെമ്പാടും രചിക്കപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ധാരാളം പുതിയ എഴുത്തുകാരുണ്ടായി. അതേപോലെ തന്നെ ധാരാളം പ്രസാധക സംഘങ്ങളും ഉണ്ടായി. അപ്പം ഇവരെ എല്ലാം കൂടി സമന്വയപ്പെടുത്തിക്കൊണ്ട്, ഇവരെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ആളുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കാനും വായിപ്പിക്കാനും ഉള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ പുസ്തകോത്സവത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അതൊരു വലിയ വിജയകരമായ അവസ്ഥയിലാണ് മുൻകാലങ്ങളിൽ മുമ്പോട്ട് പോയത്. ഈ വർഷത്തെ പുസ്തകോത്സവം സമാപിക്കുമ്പോൾ കേരളത്തിൽ വലിയ മാറ്റം ഈ രംഗത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ലൈബ്രറി കൗൺസിലിന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ. പുസ്തകോത്സവത്തിന്റെ 2ാം ദിനത്തിൽ പുസ്തക പ്രകാശനം നടത്തി. സുജാത K. പിള്ള രചിച്ച പെണ്ണ് പൂക്കുന്നിടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം രവിവർമ്മ തമ്പുരാൻ ബിനു G. തമ്പിക്ക് നൽകി പ്രകാശനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ TKG നായർ, MN സോമരാജൻ, കൈപ്പട്ടൂർ തങ്കച്ചൻ, വിനോദ് ഇളങ്കുള്ളൂർ, സുരേഷ് സോമ, ഏഴംകുളം മോഹൻകുമാർ, തുളസീധരൻ ചാങ്ങമണ്ണിൽ, പോളെ പുതുമന, അഡ്വക്കേറ്റ് പേരു സുനിൽ എന്നിവർ പങ്കെടുത്തു. 9 ന്യൂസ് മലയാളം, കോന്നി.